തൃശ്ശൂരും പാലക്കാടും വളരെ അടുത്ത ജില്ലകളാണെങ്കിലും പാലക്കാട് താമസിക്കുന്ന ഞാൻ എന്റെ നാടായ തൃശ്ശൂരിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. ഡെലിവറിക്ക് ശേഷം ഒരു തവണയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മോൾക്ക് 1 ഇയർ ആവാറായി. വീണ്ടും ഒരു പോക്കിന് ഇത്രയും സമയം എടുത്തു. ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നാട്ടിലേക്ക് പോകുന്നത് അതൊരു ഫീല് തന്നെയാണ്. നമുക്കിഷ്ടമുള്ളവരും നമ്മളെ ഇഷ്ടമുള്ളവരും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അത് വിട്ടു പോവാനും നമുക്ക് തോന്നില്ലല്ലോ. ഇതുപോലെ നാടും വീടും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ മിസ് ചെയ്യുന്ന എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാതെ ഞാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഉമ്മാടെ അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രയോറിറ്റി നല്ല നാടൻ സാധനങ്ങൾ പറിക്കുക എന്നുള്ളതാണ്. കുറെ അധികം നാടൻ നാരങ്ങ പറിക്കലായിരുന്നു ആദ്യത്തെ. ഉമ്മാടെ നാരങ്ങ അച്ചാർ അത്രയും സ്പെഷ്യലാണ്. ഒരുപാട് പേര് ഇതിനകം ഓർഡർ ചെയ്യും. നല്ല നാടൻ ഐറ്റം കൊണ്ടുള്ള പിക്കിൾസ് ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് നാരങ്ങയും ലൂബിക്കയും നെല്ലിക്കയും ഒരുപാട് അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനി പിക്കിൾസിന്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അധികം ഫ്രൂട്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വേഗം പോയി പറിച്ചൊന്നുമല്ല, അനുവാദം ചോദിച്ചിട്ട് തന്നെയാട്ടോ പറിച്ചെടുത്തത്. എനിക്ക് ഭയങ്കര ആഗ്രഹവും ഇഷ്ടമൊക്കെയാണ് ഇതുപോലെ ഇങ്ങനെ കൃഷി ചെയ്യുക. നമ്മൾ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അതിന് ഹെൽപ്പറായിട്ട് മക്കളെ വെക്കുക, മക്കളിത് പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഒരൊറ്റ ദിവസം കൊണ്ട് തൃശ്ശൂർ എത്തി, അവിടുന്ന് നേരെ തിരിച്ച് പാലക്കാട് വന്നു. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് പറയാനോ കാണാനോ പറ്റി. വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ നാട്ടിൽ വന്നത് പലരും അറിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തേ വിളിച്ചില്ല കണ്ടില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. തിരക്കാന്നേ, സമയം കിട്ടിയില്ല. ഇനിയിപ്പോ ഒരുപാട് നാളെടുക്കും വീണ്ടും തിരിച്ച് നാട്ടിലേക്കൊന്ന് പോവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നാട് മിസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുത്തത്. കൃഷിയൊക്കെ ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ മനസ്സ് മാത്രമല്ല വയറും നിറയും. വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാനും തിന്നാനും ഒക്കെ പറ്റും. ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മേടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അതിനുശേഷം ആ പ്ലാന്റ് ഒരുപാട് പ്ലാന്റുകളാക്കി മാറ്റി മാറ്റി വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെനിക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അതുപോലെ ലൈമും ഇവിടെ ഒരുപാട് മരങ്ങൾ തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലൈമിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ ജ്യൂസിയും ആയിട്ടുള്ളൊരു ലൈമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുത്താൽ. വെണ്ടയ്ക്ക ജസ്റ്റ് ഇങ്ങനെ മസാലയൊക്കെ പരട്ടി എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അവിടെ നിന്ന് തന്നെ ഇതെല്ലാം പറിച്ചെടുത്ത് ഇങ്ങനെ കഴിച്ച് നടക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, ഒന്നൊന്നര ഫീലാണ്. അപ്പോൾ ദാ പോകുന്നു വിമാനം. ചെറുപ്പത്തിൽ വിമാനം വരുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഈ പീനട്ട് വല്ലാതെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വെണ്ടയ്ക്ക മാത്രമല്ല, കോവയ്ക്കയും അമ്പഴങ്ങയും അങ്ങനെ ഒരുപാടുണ്ട്. ചുമ്മാ ഒരു ഹോബി ആയിട്ട് വീട് മൊത്തം കൃഷി ചെയ്യുന്നത് ഈ ഇക്കയാണ് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇപ്പോഴും പോകാറുള്ളത്. ഞങ്ങൾ താമസിച്ചിരുന്നതും ഇവരുടെ വീട്ടിലായിരുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.